നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സെറ്റ് എക്സാമിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏതൊരു എക്സാമും ആയിക്കോട്ടെ, ആ എക്സാമിനെ കുറിച്ചുള്ള ധാരണ ആദ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് ഏറ്റവും ആദ്യത്തെ ചാൻസിൽ തന്നെ എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് എക്സാമിൻ്റെ കാര്യത്തിലും ആ എക്സാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൻ്റെ രീതികൾ എന്താണ്, അതിൻ്റെ കട്ട് ഓഫ് രീതികൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ട്, എന്തിനാണ് ഈ എക്സാം നടത്തുന്നത്, ഇതിങ്ങനത്തെ ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ സെറ്റിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേരള സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ആദ്യം അറിയേണ്ടത് ഈ എക്സാം എന്തിനു വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് വേണ്ടിയിട്ടാണ് കേരള സെറ്റ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ LBS സെൻ്ററാണ് ഇത് നടത്തുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ നിയമനത്തിന് വേണ്ടിയിട്ടാണ്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഈ ഒരു എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ കോളേജ് അധ്യാപകർക്കുള്ള ക്വാളിഫിക്കേഷനിൽ അത് വരും എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്കൊരു ന്യൂസൊക്കെ വന്നു. പക്ഷെ അങ്ങനല്ല. നമ്മുടെ സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങളുടെ സെറ്റ്, സ്ലെറ്റ് പോലുള്ള എക്സാമുകളിലൊക്കെയാണ് ഇത്തരത്തിൽ കോളേജ് അധ്യാപകർക്ക് വേണ്ടിയുള്ള നിയമനത്തിന് വേണ്ടിയിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ സെറ്റിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന LBS സെൻറ്റർ നടത്തുന്നത് ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? സെറ്റ് എക്സാം എഴുതാൻ ആർക്കാണ് സാധിക്കുക? ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും B.Ed ഉള്ള ആളുകൾക്കാണ്. അപ്പം PG B.Ed ഉള്ള ആളുകൾക്കാണ് ഇത് എഴുതാൻ പറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ B.Ed വേണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യോളജി, സൈക്കോളജി പോലുള്ള ചില വിഷയങ്ങളിൽ, അല്ലെങ്കിൽ കൊമേഴ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം PG പഠിക്കുമ്പോൾ തന്നെ സെറ്റ് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ജേർണലിസം പോലുള്ള കോഴ്സുകൾക്കൊക്കെ അത്തരത്തിൽ B.Ed വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചില സബ്ജക്റ്റുകൾക്ക് അങ്ങനെയുണ്ട്. SC/ST വിഭാഗത്തിൽ പെടുന്നവർക്ക് മാർക്കുകൾ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ്, ബയോടെക്നോളജിയിൽ PG ഉള്ള ബിരുദാനന്തര ബിരുദം ബയോടെക്നോളജിക്കൊപ്പം നാച്ചുറൽ സയൻസിൽ B.Ed ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബയോടെക്നോളജിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സെറ്റ് എഴുതാനായിട്ട് സാധിക്കും. ബയോടെക്നോളജിയുടെ സെറ്റാണ്, സുവോളജിയുടെ ബോട്ടണിയുടെ സെറ്റ് അല്ല എന്നുള്ളത് കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടിസ്ഥാന യോഗ്യതയിൽ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PG ഉണ്ട്, B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ B.Ed കഴിഞ്ഞിട്ട് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ രണ്ട് ക്ലോസ് ഉണ്ട്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നോക്കൂ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയവർ B.Ed കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുക ആണെങ്കിൽ അവർക്കത് എഴുതാനായിട്ട് സാധിക്കും. തേർഡ് സെമ്മിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് സെമ്മ് പരീക്ഷ കഴിഞ്ഞിട്ട് തീർന്ന് തേർഡ് സെമ്മിൽ എൻ്റർ ചെയ്ത സമയത്താണ് സെറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കും. PG ഉണ്ട്, B.Edൻ്റെ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ B.Ed കഴിഞ്ഞിട്ട് അവസാന വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് B.Ed ബിരുദം ഉണ്ടായിരിക്കണം. B.Ed കഴിഞ്ഞിട്ട് PG എടുക്കാൻ പോവുകയാണെങ്കിൽ PGയുടെ അവസാന വർഷം നിങ്ങൾക്ക് ഈ പറയുന്ന സെറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി മേൽപ്പറഞ്ഞ നിബന്ധനകളുള്ള ആളുകൾ അവരുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. ഇപ്പം നിങ്ങൾ സപ്പോസ് വിചാരിക്കുക April 1, 2024 April 1 നിങ്ങളുടെ റിസൾട്ട് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 2025 April 1 മുമ്പായിട്ട് LBS സെൻറ്ററിൻ്റെ അടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളും എത്തിച്ച് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. കേറ്ററ്റിനൊന്നും അങ്ങനെ ഇല്ല. കേറ്ററ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെറ്റ് 1 വർഷത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആ തവണ പരീക്ഷ പാസ്സായതായിട്ട് അവർ കണക്കാക്കില്ല, ഇൻവാലിഡായി പോകും നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഓർത്തിരിക്കണം, 1 വർഷത്തിനുള്ളിൽ. അതുപോലെ തന്നെ നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഹോൾ ടിക്കറ്റ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. ആ സമയത്തുള്ള സാധനങ്ങൾ തന്നെ, എഴുതുന്ന സമയത്തുള്ള അതേ റിപ്പോർട്ട് തന്നെ സൂക്ഷിച്ച് വെക്കണം എന്നുകൂടി ഓർത്തിരിക്കുക. ഇനിയും ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു സ്കീം എന്താണെന്നുള്ളത്, അപ്പോൾ ഏതൊരു എക്സാമും എഴുതുമ്പോൾ അതിൻ്റെ രീതി എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടത്. ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ 2 പേപ്പറുകളാണ്, പേപ്പർ 1 എന്നും പേപ്പർ 2 എന്നും 2 പേപ്പറുകളാണ് നമ്മൾ സെറ്റ് എക്സാമിന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന 2 പേപ്പറുകൾ. അല്ലെങ്കിൽ ആ ഒരൊറ്റ പരീക്ഷയ്ക്ക് തന്നെ 2 പേപ്പറുകളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നതിനകത്ത് ജനറൽ നോളജ് ഒരു ഭാഗത്തുണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അടുത്ത ഭാഗത്തുണ്ട്. അതായത് എല്ലാ സബ്ജക്റ്റുകാർക്കും കോമൺ ആയിട്ട് രാവിലെ നടത്തുന്ന പേപ്പറാണ് പേപ്പർ 1. അതിൽ 2 പാർട്ടുണ്ട്, 60, 120 മാർക്കാണ് പേപ്പർ 1 ചോദിക്കുക. അതിൽ ആദ്യത്തെ 60 മാർക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? ജനറൽ നോളജ്. അതായത് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനെ വെച്ചിട്ടുള്ള സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ്, വൊക്കാബുലറി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ അതിനുശേഷം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളുടെ സൈക്കോളജി,
ഫിലോസഫി, റിസർച്ച് തുടങ്ങി നിങ്ങൾ BEd പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് 120 മാർക്കിൽ 60 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് നിന്ന് വരിക. അങ്ങനെ ആദ്യത്തെ പാർട്ട് എ അല്ലെങ്കിൽ പാർട്ട് 1 എന്ന് പറയുന്ന 120 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾ രാവിലെ എഴുതി കഴിഞ്ഞു. നിങ്ങൾക്ക് പോയി ചോറുണ്ടിട്ട് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് 2 OMR ഷീറ്റാണ്. OMR ഷീറ്റിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് PG ലെവലുള്ള നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും. അതിൽ നിന്നായിരിക്കും 120 മാർക്കിൻ്റെ പേപ്പർ 2 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അവിടെ കുറേയേറെ സബ്ജക്റ്റുകളുണ്ട്. നിങ്ങൾക്കറിയാം ആ സബ്ജക്റ്റുകളുടെ കോഡുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അറബി, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അങ്ങനെ ആ ഒരു LBS സെൻറ്ററിൻ്റെ സൈറ്റിൽ അവരുടെ പ്രോസ്പെക്ടസിനകത്ത് ഓരോ കോഡുകളുണ്ട്. ആ കോഡൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ സബ്ജക്റ്റിനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റിനാണ് സെറ്റ് പരീക്ഷ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ 24, സൈക്കോളജി ഒക്കെ അവിടെ ഉണ്ട്, ബയോടെക്നോളജി 37 ഉണ്ട്, ജനറൽ പേപ്പറിൻ്റെ കോഡ് 36, സുവോളജി, റഷ്യൻ, അങ്ങനെ എല്ലാത്തിൻ്റെയും കോഡുകളടക്കം കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ 120 ക്വസ്റ്റ്യൻ 120 മിനിറ്റ് 2 മണിക്കൂറാണ് രാവിലത്തെ പരീക്ഷ. അതിനുശേഷം ഉച്ചയ്ക്കും 2 മണിക്കൂർ 120 മിനിറ്റുള്ള പരീക്ഷ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ പാർട്ട് 1ൽ 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പാർട്ട് എക്ക് 60, പാർട്ട് ബിക്ക് 60 എന്നുള്ള രീതിയിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് അതിന് രണ്ടിനും കൂടി ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പേപ്പർ 2 എന്ന് പറയുമ്പോഴോ അവിടെ 120 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഉണ്ട് പേപ്പർ 2വിനകത്ത്. അതിനകത്തൊരു ചെറിയ വ്യത്യാസം, 120 ക്വസ്റ്റ്യൻ 120 മാർക്ക് എന്നുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ഉള്ളത്. പക്ഷെ നോക്കും, മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും, സ്റ്റാറ്റിക്കാർക്കും മാത്സുകാർക്കും 80 ക്വസ്റ്റ്യനും അതേപോലെ 120 മാർക്കാണ്. 80 ക്വസ്റ്റ്യനേ ഉള്ളവർക്ക് ഒരു ക്വസ്റ്റ്യൻ 1.5 മാർക്ക് വീതം 120 മാർക്കാണ്. അതായത് അവർക്ക് കൂടുതൽ മാത്സിനൊക്കെ പ്രോബ്ലം ചെയ്യാനായിട്ട് സമയം വേണ്ടി വരുന്നുണ്ട്. അവർക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറച്ചിട്ട് മാർക്ക് ഒരെണ്ണത്തിന് 1.5 മാർക്ക് വീതം അവർക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും മാത്രം 80 ക്വസ്റ്റ്യൻ 1.5 മാർക്ക് വീതം 120 മാർക്കും, ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും 120 ക്വസ്റ്റ്യൻ 120 മാർക്ക് എന്നുള്ള രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ABCD മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള OMR ഷീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി കറക്റ്റ് ആൻസറിന് 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് സാധാരണ ഇതിൽ. മറ്റേ 1.5 മാർക്ക് വരുന്ന ഏതിനാണെന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ, ഏറ്റവും ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താ, ഇതിൻ്റെ കട്ട് ഓഫ് രീതി. ഇപ്പോൾ കേറ്ററ്റിനൊക്കെ നിങ്ങൾക്കറിയാം പെർമനൻറ്റ് കട്ട് ഓഫാണ്. സെറ്റിനും പെർമനൻറ്റ് കട്ട് ഓഫ് ആണ്. പക്ഷെ സെറ്റിനൊരു പ്രത്യേകതയുണ്ട്. സെറ്റിന് 3 കട്ട് ഓഫ് ഉണ്ട്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് തന്നെ എങ്ങനെയാണ് 3 കട്ട് ഓഫാണ്. രാവിലെ എഴുതിയ പേപ്പർ 1-ന് ഒരു കട്ട് ഓഫ്, ഉച്ച കഴിഞ്ഞ് എഴുതിയ പേപ്പർ 2-ന് സെപ്പറേറ്റ് ഒരു കട്ട് ഓഫ്, ദെൻ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ട് ഓവറോൾ വീണ്ടും ഒരു കട്ട് ഓഫ്. ഇപ്പോൾ രാവിലെ 120 മാർക്ക് ഉണ്ടല്ലോ, 120 മാർക്കിൻ്റെ പാർട്ട് പേപ്പർ 1-നകത്ത് 120 മാർക്കിൻ്റെ 40% കേട്ടോ. ശതമാനം പെർസെൻറ്റേജ് ആണ് 40%. അതായത് 48 മാർക്ക്, 120 48 മാർക്ക് കിട്ടിയാൽ 40% കിട്ടിയാൽ നിങ്ങൾ പേപ്പർ 1 പാസ്സായി. ഇനി ജനറൽ കാറ്റഗറിയിലാണെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിന് വീണ്ടും 120 മാർക്കിൽ നോക്കും. 40% അഥവാ 48 മാർക്ക് പേപ്പർ 2-ന് കിട്ടിയാൽ നിങ്ങൾ വീണ്ടും പേപ്പർ 2 ക്വാളിഫൈഡ് ആയി. എഗെയിൻ 120 240 ആഡ് ചെയ്യും. 240-ൻ്റെ 48% കിട്ടണം. 40 പോരാ, 48% വേണം. ചുരുക്കി പറഞ്ഞാൽ പേപ്പർ 1-ന് 39% പോയി. പേപ്പർ 2-ന് നിങ്ങൾക്ക് 90% ഉണ്ട്, നിങ്ങൾ പാസ്സായോ? ഇല്ല. പേപ്പർ 1-ന് നിങ്ങൾക്ക് 90% ഉണ്ട്, പേപ്പർ 2-ന് നിങ്ങൾക്ക് 35% പോയി, നിങ്ങൾ പാസ്സായോ? ഇല്ല. രണ്ടിനും നിങ്ങൾക്ക് 40% ഉണ്ട്, സ്റ്റിൽ നിങ്ങൾ പാസ്സാവോ? ഇല്ല. ഓവറോൾ 48% വേണം. ഇതാണ് ഇവിടുത്തെ കട്ട് ഓഫ് രീതി. ഇത് അറിയാതെയാണ് പലരും പോയിട്ട് സെറ്റ് എക്സാം എഴുതാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പേപ്പർ നല്ല ഡെപ്തിൽ പഠിക്കണം, ഒരു പേപ്പർ മിനിമം മാർക്ക് സ്കോർ ചെയ്യാനെങ്കിലും പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആവുള്ളൂ. അതിനാണ് ഏറ്റവും നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ സെറ്റിന് ആവശ്യമാണ്. മുമ്പോട്ട് പോകുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ അതിനൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റ് നിർബന്ധമായിട്ട് മുമ്പോട്ട് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി ഇവിടെ OBC നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ 35 45 എന്നുള്ളതും, ഡിഫറൻഷ്യൽ ഏബിൾഡ് SC ആണെങ്കിൽ 35 40 എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക് മാർക്ക് പെർസെൻറ്റേജ് പാസ്സാവാനായിട്ട് ഓരോ പേപ്പറിനും അതുപോലെ ഓവറോളിലും വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില സബ്ജക്റ്റുകൾക്ക് വേണ്ട എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് BEd ഇല്ലാതെ തന്നെ എഴുതാം. അത് കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, റഷ്യൻ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾക്കാണ് BEd ഇല്ലാതെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു പോയതാണ്. ഇനി 1-ാം വർഷ BEd വിദ്യാർത്ഥികൾക്ക് സെറ്റ് അപേക്ഷിക്കാൻ, അല്ലെങ്കിൽ PG വിദ്യാർത്ഥികൾക്ക് 1-ാം വർഷത്തിൽ വെച്ചിട്ട് സെറ്റ് അപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷയുടെ റിസർവേഷൻ കാറ്റഗറി കൃത്യമായി വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം.
ഓൺലൈൻ രജിസ്ട്രേഷൻ സമർപ്പിച്ചതിന് ശേഷം റിസർവേഷൻ കാറ്റഗറിയിൽ മാറ്റം അനുവദനീയമല്ല. അപേക്ഷാ ഫീസ് ഓൺലൈൻ മോഡ് വഴി മാത്രമേ സ്വീകരിക്കാവുള്ളൂ. ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകില്ല. ഉദ്യോഗാർത്ഥികളെ പ്രൊഫഷണലായാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത്. രേഖകളുടെ പരിശോധന സമയത്ത് പ്രസക്തമായ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വ്യക്തമായ അനുബന്ധ രേഖകളില്ലാതെ ഉത്തരസൂചികയ്ക്കെതിരെ ഉള്ള പരാതികൾ സ്വീകരിക്കില്ല എന്നും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി PG അല്ലെങ്കിൽ BEd അവസാന വർഷ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആവുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിൻ്റെ, അതായത് നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് ഒരു സാക്ഷ്യപത്രം കൂടി മേടിച്ചുകൊണ്ട് വേണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഫോർമാറ്റൊക്കെ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സെറ്റിനെ സംബന്ധിച്ച് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് സെറ്റ്, എങ്ങനെയാണ് സെറ്റ്, ഇതിനകത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇതിനകത്ത് എന്താണ് പേപ്പറുകൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ഓരോ പേപ്പറിലും എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താ, നിങ്ങളുടെ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള സിലബസുകളെ കുറിച്ചാണ്. ഈ സിലബസുകളെ കുറിച്ചും അതേപോലെ തന്നെ ആ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ വെച്ചിട്ടുള്ള കറക്റ്റ് പ്ലാൻഡ് ആയിട്ടുള്ള കോഴ്സും എൻ്റെ അവൈലബിൾ ആണ്. ഒരുമാതിരി എല്ലാ സബ്ജക്റ്റുകളുടെയും കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏതെല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളതിനെക്കുറിച്ച്, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ സെറ്റ് ഇനി വെച്ചോണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻട്രിയുടെ സപ്പോർട്ടോടുകൂടി സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, കോഴ്സ് എടുക്കുക. ഈ ചാൻസിൽ തന്നെ സെറ്റ് എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ.